ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സെഗ്മെന്റ്? ഇഷ്ടപ്പെട്ട് ചെയ്തത് ഞാൻ എൻ്റെ ഇഷ്ടവിനോദം. അത് ശരിക്കും ആദ്യം എനിക്കിവിടെ ചെയ്യണം, എനിക്ക് അതിനകത്ത് ഒരു പരിപാടി ഇഷ്ടവിനോദമല്ല, എൻ്റെ ഇഷ്ടകലാരൂപം. ഇഷ്ടകലാരൂപം വക്കീലേ ഇഷ്ടകല വന്ന് ഇവിടെ പെർഫോം ചെയ്ത ഏക കണ്ടസ്റ്റന്റ്. അതെ അതെ, അത് ശരിക്കും ഞാൻ ആദ്യം ചാടിക്കയറി അങ്ങ് സമ്മതിച്ചു പക്ഷെ അതിനുശേഷം എനിക്ക് ഭയങ്കര ടെൻഷനും തന്നു. കാരണം ഞാൻ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് വേണ്ടായിരുന്നു, ഞാൻ എന്തിനീ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കണമെന്ന്. പക്ഷെ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. കാരണം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും ചേച്ചി എന്നാണെന്ന് ചോദിക്കും. പിന്നെ അവരുടെ ഹസ്ബൻഡുമാരും അവരുടെ ഫാമിലിയൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഞങ്ങളിങ്ങനെ മീഡിയ വണ്ണിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന്. അത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ സെഗ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പരിപാടി എല്ലാവരും കണ്ടത്. കാരണം അവരെല്ലാം അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു പറഞ്ഞ് അതിനകത്ത് ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു. പക്ഷെ ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തൊരു മാണിക്യക്കല്ലായ മാർഗം നാളിൽ തെളിയുന്നു. മറ്റാറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. മമോദീസ മുഴുകുന്നവരും നാളിൽ പെരുകുന്നു. മാർഗം നേടാൻ കവേരെല്ലാം കാണ കുറയുന്നു. ലോകവീതി നിളെ മാർഗ മേറിയേറ്റം മുതിരുന്നു. ലൗകികങ്ങൾ നീളെ ചൊല്ലി പലരും ചേരുന്നു. കണ്ടില്ലെന്നും ചൊല്ലുന്നവരോ കണ്ടാലധികം ചീറുന്നു. കണ്ടുകൊണ്ട് ചൊല്ലാൻ ഇഷ്ടന്മാരോടൊക്കെ ചീറുന്നു. അക്കാലത്ത് മാർത്തോമാനും ദൈവകൃതത്താൽ ഒരു കാവിൽ ആ വഴിക്ക് പോകാനായി ചെന്നു. കണ്ടവൻ ഒരു നേരം കണ്ണീമാരി ആയിലൊക്കെ കൂടി ചേർന്നവനൊരുപോലെ കരിരുളി ലയ പഞ്ച മഞ്ചും തെളിവായി ചൊല്ലുന്നു. കുമ്പിട്ടു നീ കളിയാരെ കൂപ്പി കൈകൾ അടിവീണാൽ കൂട്ടിത്തരാം പയസവും തിന്നുകൊണ്ട് വഴി പോകെ എന്ന നേരം മാർത്തോമാനും കോപിച്ചവനോട് ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനും ചൊല്ലി മനസ്സില്ലെന്ന് എന്നതെന്നെ കുമ്പിടുകിൽ തീ വീണടിയും കാവല്ല. കുമ്പിടുകയില്ല ഞാനും കാളിയാരെ ഒരു നാളും. പിന്നെ അതുമാതിരി ഇഷ്ടകലാരൂപം പറഞ്ഞു. വാദം പ്രതിവാദം എനിക്ക് നന്നായി ഞാൻ ചെയ്തൊരു സെഗ്മെന്റ് ആണ്. പക്ഷെ ഞാൻ അതിന് പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല. ആവശ്യമുണ്ടോ? അല്ല, മാർക്കല്ല, അത് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഇത് വേണമല്ലോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞു അൽഫോൻസ് ചേച്ചി നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ അത് കണ്ടിട്ട് ഒരു ബൽക്കീസ് ബാനു എന്ന് പറഞ്ഞ ഒരു ലേഡി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്ത സമയത്ത് പ്രക്ഷേപണം ചെയ്ത സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നത്. എനിക്ക് കറണ്ട് ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു നിങ്ങളുടെ. അപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു നല്ലൊരു പരിപാടിയായിരുന്നു, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ മാർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് അത് ചെയ്തു. കാരണം അത് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരണം അതിനകത്ത് അതിനകത്ത് മുലമ്പള്ളി പ്രശ്നം നന്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോഴത്തെ വികസനം പറഞ്ഞു, അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ മാർക്കിൽ എനിക്ക് അതിൽ നിരാശയായിപ്പോയി. മാർക്കിൽ എന്ത് നിരാശ എൻ്റെ വക്കീലെ? ഈ മാർക്കിനെ പറ്റി ബോധയുടെ അവരുടെ ചെയ്തു എന്ന് പറഞ്ഞു. നന്നായി ചെയ്തു. അതെ. ഡെവലപ്മെന്റിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് ആവാം എന്നുള്ള ഒരു അഭിപ്രായം സാറിന് ഉണ്ട്? എനിക്കുണ്ട്, തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന പരിഹാരം ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കോഴിക്കോട് ബൈപ്പാസ്, അവിടെ ഭൂമി ഇല്ലാഞ്ഞിട്ടല്ലോ. അവിടെ 2 പതിറ്റാണ്ടായി 45 മീറ്റർ വീതിയിൽ ഭൂമി എടുത്തിട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ള 9 മീറ്റർ വീതിയിലുള്ള റോഡാണ്. ഒഴിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ കമ്പോള മാർക്കറ്റ് റേറ്റ് കൊടുത്ത് അതുപോലെ കേസിന് പോകാത്ത രീതി. ഇപ്പോൾ ഇതിങ്ങനെ ഒഴിപ്പിക്കുന്നവർക്ക് ലാൻഡ് അക്വിസിഷൻ ആക്ട് തന്നെയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേസുകൾക്ക് പോവുക, പിന്നെ അവിടെ നിന്ന് അപ്പീൽ പോവുക, അത് കുറച്ച് പെർസെൻറ്റേജ് പ്രകാരം വക്കീലന്മാർ പൈസ മേടിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുത്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ധാരാളം റോഡ് അപകടങ്ങൾ തന്നെയുണ്ട്. ഒരു കണക്ക് എടുത്താൽ 2011 4,95,000 പേരാണ് ആക്സിഡൻറ്റിൽ ഉണ്ടായത്. അതിൽ തന്നെ 1,45,000 പേര് മരിച്ചു. കേരളത്തിൽ 3,900 പേര് മരിച്ചു. അപ്പോൾ ഇതെല്ലാം യങ്സ്റ്റേഴ്സാണ് മരിക്കുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹൈവേ വികസനം ആവാമെന്നൊരു ഇത് സാറിനുണ്ട്. അല്ല, ഈ അപകടങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും മാത്രമല്ല, ഒരിക്കലും അല്ല. അല്ല, ഞാൻ പറയുന്നത് അപകടങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും ഈ പദ്ധതി നടപ്പാക്കരുതെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ പദ്ധതി നടപ്പാക്കിയ അങ്കമാലി മണ്ണുത്തി ഭാഗത്ത് അവിടെ അപകടങ്ങൾ പെരുകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി തന്നെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അപകടങ്ങൾ കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ ഈ BOT പദ്ധതി, കാരണം കേരളത്തിലെ ഏറ്റവും ഡെൻസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ കൂടി 120 കിലോമീറ്ററിൽ വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചാൽ കേരളത്തിലൊരു 10-20 കൊല്ലം കഴിയുമ്പോൾ വലിയ തോതിൽ ജനവാസം കുറയുന്ന ഒരു മേഖലയായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതുകൊണ്ട് അത് നടപ്പാക്കരുതെന്ന് പറയുന്നത്. പ്രഭാഷണം എന്തായിരുന്നു? പ്രഭാഷണം ഞാൻ ആ വിഷയം ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമായിരുന്നു. ഇന്ത്യയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് അനിവാര്യമോ എന്നുള്ളത്. അപ്പോൾ ഒരു ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ ആ വിഷയത്തിലേക്ക് സംസാരിച്ചു. ആ വിഷയത്തിലേക്ക് വരാനായിട്ട് ഇപ്പോൾ സാധാരണ ഒരു കുട്ടി പ്രസംഗിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എടുത്ത് സംസാരിച്ചാൽ മതി. പക്ഷേ വക്കീലായതുകൊണ്ട് ഞാൻ ആ പണിഷ്മെന്റ് എങ്ങനെ വരുന്നു അതിൻ്റെ ആ കാര്യങ്ങളേക്ക് ഇങ്ങനെ അടുക്കും ചിട്ടയായിട്ട് ഞാനത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ആ ഇത് നയം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം അതിനുശേഷവും ആ പ്രസംഗം കഴിഞ്ഞ് കുറേ പേര് എന്നോട് പറഞ്ഞു, അൽഫോൻസെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം. കാരണം ഇന്ന് അതിനുശേഷം പിന്നീട് വന്ന പല പേപ്പറിൽ വന്ന പല ഇതിലും നമുക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വ്യക്തമായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇത് തന്നെയാണ് ഇന്ത്യൻ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നൽകുന്നത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കൊലപാതകങ്ങൾക്ക്, ഉദാഹരണം സൗമ്യ വധക്കേസ്, അതുപോലെ തന്നെ ഗൗരവമറിയിക്കുന്ന മറ്റു കുറ്റകൃത്യമാണ് രാജ്യദ്രോഹം. ഈ അടുത്ത കാലത്ത് രാജ്യദ്രോഹ കുറ്റത്തിനും വധശിക്ഷയ്ക്കും കൊലപാതകത്തിനും 2 പേരെ തൂക്കിക്കൊന്നത് ഈ അടുത്ത കാലത്താണ്. വിദേശിയായ പാക് പൗരൻ കസബിനെയും ഇന്ത്യൻ വംശജനായ അഫ്സൽ ഗുരുവിനെയും. ഈ 2 ശിക്ഷാവിധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തു നിന്നും, അകത്തുനിന്നും പുറത്തുനിന്നും, UN സെക്രട്ടറിയിൽ നിന്നും നമുക്ക് വിമർശനങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ന് പല രാജ്യങ്ങളും വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വധശിക്ഷ ഇന്നും തുടർന്നു കൊണ്ടുവരുന്നു. ചില രാജ്യങ്ങളിൽ പരസ്യമായി തന്നെ വധശിക്ഷ നടപ്പാക്കുന്ന രീതി നിലവിലുണ്ട്. ഒരു വിധം നോക്കുകയാണെങ്കിൽ അൽഫോൺസ് എല്ലാ സെഗ്മെന്റ്സും ചെയ്തത് അൽഫോൺസിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടായിരുന്നു. ഒട്ടും പറ്റാത്തത് എന്തായിരുന്നു? എനിക്കിത് ശരിയായില്ല എന്ന് തോന്നിയത്. എനിക്ക് ശരിയായില്ല എന്ന് തോന്നിയത്, ഇപ്പം ഇവർ എന്ത് ചെയ്തു എന്ന സെഗ്മെന്റ് ഉണ്ടല്ലോ, അത് ചെയ്തു. പക്ഷെ അത് ഞാൻ ആദ്യം ഞാൻ ഞങ്ങളുടെ അവിടുത്തെ MLA കൊണ്ടുവരാൻ വന്നു. പക്ഷെ 2 പേരെയും അസൗകര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ജോസെറ്റൽ MLA ആയിരുന്നു ആദ്യം, പിന്നെ സാജു പോള്, പക്ഷെ പിന്നെ വന്നത് പേരാവൂർ MLA ആയിരുന്നു. അപ്പം എനിക്ക് സാറുമായിട്ട് കുറച്ചുകൂടെ സംസാരിക്കാൻ ഒരു സമയം കിട്ടിയില്ല. സാറ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, റോഡ്, അതുപോലെ ഇന്ന് വൈദ്യുതി മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങളെ നേരിടുന്നൊരു സമയമാണ്. ഈ 2 മേഖലയിൽ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ? അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഞാൻ എൻ്റെ 5 വർഷക്കാലത്തിൽ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ 2 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ ജനങ്ങൾ പറയുന്നത് ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈവൻ ടുഡേ. തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ ലക്ഷ്യം തലശ്ശേരി കൂട്ടുപുഴ, അത് ഇൻ്റർ സ്റ്റേറ്റ് റോഡാണ്. തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റോഡാണ്, 55 കിലോമീറ്റർ. അതിൽ പകുതി എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വാഹനത്തിന് പോകാൻ സാധിക്കാത്ത 100 കണക്കിന് ബസ്സുകൾ രാത്രികാല സർവീസ് നടത്തുന്ന ആ റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു. 1000 കണക്കിന് ആളുകൾ പോകുന്ന. പക്ഷേ ഞാൻ വന്ന് 6 മാസത്തിനുള്ളിൽ അതിനൊരു ഇൻ്ററിം റിപ്പയർ നടത്തി 20 കോടി രൂപ സാങ്ഷൻ ചെയ്യിച്ചു. ഇപ്പോൾ അത് KSTPയുടെ മേജർ റോഡ് അപ്ഗ്രഡേഷൻ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 234 കോടി രൂപയ്ക്ക് ആ റോഡ് വർക്കും ആ റോഡിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ 7 പാലങ്ങളും നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കഴിഞ്ഞു. ജൂൺ 1 കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മരാമത്ത് മന്ത്രി
പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ഹൃദയരാഗം എനിക്ക് ഹൃദയരാഗത്തിലും അതുപോലെ ഇപ്പം ഇഷ്ടകലാരൂപം എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു സന്തോഷമുണ്ട്. പക്ഷെ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അതിലധികം വരുന്നില്ല. നമ്മളിപ്പോൾ വേറൊരാൾ വന്ന് പാടുന്നു, നമ്മൾ അതിനൊരു ഒപ്പീനിയൻ പറയുന്നു, അതിൽ കണ്ടസ്റ്റൻസിന് അത്ര പ്രാധാന്യം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഒരു കണ്ടസ്റ്റൻ്റ് എന്ത് ചെയ്യുന്നു ആ ഒരു സെഗ്മെൻറ്റ് കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് റൗണ്ട് വന്നാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് വീണ്ടും അത് വേറൊരു ലെവലിലേക്ക് മാറില്ലേ? ഇത് കൊണ്ടുവരാൻ കാരണം ഇത്രയും സീരിയസ് ആയിട്ടൊരു സാധനത്തിൽ ഒരു ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടായിക്കൊടുത്ത ജീവിതത്തിലെ ചിരിയും ഹൃദയരാഗം കൊടുക്കും. ഹൃദയരാഗം പക്ഷെ വളരെ എന്താ പറയുക, ഇപ്പൊ മുരുകൻ കാട്ടാക്കട ബാഗ്ദാദാണ്, അല്ല അങ്ങനെ ഒത്തിരി പേര് വന്നു, അത് നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് എന്റെ ആരായിരുന്നു, എന്തായിരുന്നു? എൻ്റെ മുരളി, വിറ്റി മുരളി. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. തുടിക്കുന്ന ജനതൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ